കഥയുടെ തുടക്കത്തിൽ തന്നെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ കഥാനായകനായ ലീമാൻ എന്ന ഒരു ചിത്രകാരനെയാണ് കാണിക്കുന്നത്. കള്ളനോട്ട് വരച്ചുണ്ടാക്കി പിടിക്കപ്പെട്ടതിനാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകാൻ ഹോങ്കോങ് പോലീസ് ജയിലിൽ എത്തിയിട്ടുണ്ട്. ഹോങ്കോങ് പോലീസ് അവനെ വണ്ടിയിൽ കയറ്റി ജയിലിൽ നിന്ന് അവരുടെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ലീമാൻ റിയർ വ്യൂ മിററിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട ഓഫീസർ ദേഷ്യത്തോടെ ലീമാനോട് പറയണം, എന്താടാ തുറിച്ചു നോക്കുന്നേ, മര്യാദക്ക് കണ്ണു താഴ്ത്ത്, അല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പുറത്തെടുക്കും. സോ ആക്ച്വലി ഹോങ്കോങ് പോലീസിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് ലീമാനെ ഒന്നുമല്ല, കാരണം അവൻ വെറും ഒരു ചിത്രകാരൻ അഥവാ കള്ളനോട്ട് വരച്ച ഡിസൈനർ മാത്രമാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പെയിന്റർ എന്നറിയപ്പെടുന്ന വളരെയധികം ശക്തനായ ഒരു കള്ളനോട്ട് ബിസിനസ്സുകാരൻ അഥവാ ഒരു ഗാങ്സ്റ്റർ ആണ്. അവനെ കുറിച്ചാണ് പോലീസിന് അറിയേണ്ടത്. അവന്റെ ഒരു ഫോട്ടോ പോലും ആരുടെയും കൈവശമില്ല. അത്രത്തോളം ശക്തനായ ഒരാളാണ് ഈ പെയിന്റർ എന്നറിയപ്പെടുന്ന ഗാങ്സ്റ്റർ. അപ്പോൾ പോലീസ് പെയിന്ററിനെ കുറിച്ച് ലീമാനോട് ചോദിക്കുമ്പോൾ ലീമാന് ഭയത്തോടെ പൊട്ടിക്കരയുകയാണ്. സർ പ്ലീസ്, നിങ്ങൾ എന്നെ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകൂ. ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് അങ്ങേര് അറിഞ്ഞാൽ അങ്ങേര് എന്നെ മാത്രമല്ല ഈ കെട്ടിടം തന്നെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കും. അത്രത്തോളം ക്രൂരനും ശക്തനുമാണ് അദ്ദേഹം എന്നൊക്കെയാണ് പോലീസിനോട് ലീമാൻ ഇവിടെ പറയുന്നത്. ലീമാൻ പെയിന്റർ എന്നറിയപ്പെടുന്ന ഗാങ്സ്റ്ററിന്റെ വലം കൈയാണ്, അവന്റെ അടുത്ത ആളാണ് എന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പെയിന്ററിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും ലീമാന് നന്നായിട്ട് അറിയാം. പോലീസിന് ആ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയാണെങ്കിലും ഈ രാജ്യത്തല്ല ഈ ലോകത്ത് തന്നെ നടക്കുന്ന ഏറ്റവും വലിയ കള്ളനോട്ട് മാഫിയ തന്നെ അവർക്ക് ഇല്ലാതെയാക്കാനേ സാധിക്കും. അതുകൊണ്ട് പോലീസ് ലീമാന് നല്ലൊരു ഓഫർ നൽകുകയാണ്. അതായത് നീ ഞങ്ങൾക്ക് പെയിന്ററിനെ കുറിച്ച് സകല വിവരങ്ങളും തന്നാൽ നിന്റെ പേരിലുള്ള സകല കേസുകളും ഞങ്ങൾ ഒഴിവാക്കാം. നിന്നെ ഞങ്ങൾ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാം. അതേപോലെ നിന്റെ സുരക്ഷ ഞങ്ങൾ തന്നെ ഉറപ്പുവരുത്തും. അപ്പോൾ ഇത് പോലീസ് ലീമാന് നൽകിയ നല്ലൊരു ഡീല് തന്നെയാണ്. ആ ഡീല് ലീമാന് സ്വീകരിച്ചു. അങ്ങനെ പെയിന്റർ എന്ന കള്ളനോട്ട് മാഫിയ ഗാങ്സ്റ്ററിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും പോലീസിനോട് ലീമാൻ പറയാനായി ആരംഭിച്ചു. ലീമാൻ എങ്ങനെയാണ് പെയിന്ററിന്റെ വലം കൈ ആയത് എന്ന് അറിയുന്നതിന് മുൻപ് ലീമാന്റെ കഥ നിങ്ങൾ ആദ്യം അറിയണം. ലീമാന് കല്യാണം കഴിക്കാനായി പോകുന്ന അവന്റെ ഭാവി വധുവാണ് യുഎൻ എന്ന ഈ സ്ത്രീ. ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് ഒരു വാടക വീട്ടിലാണ് താമസം. അതേപോലെ രണ്ടുപേരും നല്ല കലാകാരന്മാരുമാണ്. പക്ഷെ ഇവര് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ യുഎൻ സ്വന്തമായിട്ട് സ്വന്തം ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ് പെയിന്റിംഗ് ചെയ്യുന്നത്. അതായത് പുള്ളിക്കാരിയുടെ ഒറിജിനൽ പെയിന്റിംഗ്. അങ്ങനെ പെയിന്റിംഗ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി പണം സമ്പാദിക്കുന്നത്. എന്നാൽ നമ്മുടെ ലീമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്സ് അതേപടി, അതായത് ഒറിജിനൽ ഏതാ വ്യാജനേത എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ലീമാൻ വരച്ചെടുക്കും. അങ്ങനെ ഫേമസ് പെയിന്റിങ്സിന്റെ ഫേക്ക് ആയിട്ടുള്ള വ്യാജ പെയിന്റിങ്സ് വരച്ച് വിറ്റുകൊണ്ടാണ് ലീമാൻ പണം സമ്പാദിക്കുന്നത്. എന്നിരുന്നാൽ കൂടി രണ്ടുപേരും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. ഒരു ദിവസം ലീമാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ പുറത്തൊരു ആഡംബര കാറ് കാണുകയാണ്. അപ്പോൾ അവന്റെ വീട്ടില് അവന്റെ കാമുകിയെ കാണാൻ എത്തിയിട്ടുള്ളത് നഗരത്തിലെ വലിയ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തുന്ന ബിസിനസ്സുകാരനായ ലുക്മാൻ എന്ന ആളാണ്. അദ്ദേഹം യുഎനോട് സംസാരിക്കുന്നതൊക്കെ ലീമാൻ ഒളിച്ചിരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ ലുക്മാൻ യുഎനോട് പറയുന്നത്, നീ നല്ല കഴിവുള്ള ഒരു കലാകാരിയാണ്, നിന്റെ പെയിന്റിങ്സ് ഒക്കെ യുണീക്ക് ആണ്, ഒറിജിനൽ ആണ്. ഇതൊക്കെ എക്സിബിഷന് വെച്ചാൽ നിനക്ക് ഒരുപാട് പണം സമ്പാദിക്കാം. നിന്നെ ജീവിതത്തിൽ ഉയർത്താൻ ഞാൻ നിന്നെ സഹായിക്കാം. പിന്നെ നിന്റെ ആ കാമുകനുണ്ടല്ലോ, കണ്ടവരുടെയൊക്കെ പെയിന്റിംഗ് കോപ്പി അടിച്ച് വരക്കുന്നവൻ, അവൻ ഭൂലോക തോൽവിയാണ്. അവന്റെ കൂടെ നിന്നാൽ നിന്റെ ജീവിതവും ഇല്ലാതെയാവും എന്നൊക്കെയാണ് ലുക്മാൻ യുഎനോട് ഇവിടെ പറയുന്നത്. അപ്പോൾ തന്റെ കാമുകനെ കുറിച്ച് മോശമായി പറഞ്ഞ ലുക്മാന് യുഎൻ തന്റെ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അന്ന് രാത്രി ലേറ്റ് ആയിട്ടാണ് ലീമാന് വീട്ടിലേക്ക് കയറിയത്. അപ്പോൾ യുഎൻ ചോദിക്കാണ്, നീ എവിടെയായിരുന്നു ഇത്ര നേരം? അപ്പോൾ ലീമാൻ യുഎനോട് പറയാണ്, ലുക്മാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. അവൻ പറഞ്ഞതാണ് ശരി. ഞാൻ ഒരു ഭൂലോക തോൽവിയാണ്. അതുകൊണ്ട് നീ നിന്റെയും ഭാവി കളയരുത്. നീ ലുക്മാൻ പറഞ്ഞതുപോലെ നിന്റെ പെയിന്റിങ്സ് എക്സിബിഷന് വെക്കണം. അപ്പോൾ യുഎൻ ലീമാനോട് പറഞ്ഞത്, ശരി, ഞാൻ എന്റെ പെയിന്റിങ്സ് എക്സിബിഷന് വെക്കാം. എന്നാൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നീ ആകെ നിന്റെ ജീവിതത്തിൽ വരച്ച നിന്റെ ഒരേ ഒരു ഒറിജിനൽ പെയിന്റിംഗ് ഇതാണ്. ഇതുകൂടി ഞാൻ എക്സിബിഷൻ വെക്കും. എന്നാൽ ലീമാൻ ആണെങ്കിൽ തന്റെ സ്വന്തം പെയിന്റിങ്സിനോട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ യുഎൻ വാശി പിടിക്കുകയാണ്, ഇത് നീ എന്നെ എക്സിബിഷന് വെക്കാനേ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ പെയിന്റിങ്സും എക്സിബിഷന് വെക്കത്തില്ല. അപ്പോൾ പുള്ളിക്കാരുടെ വാശി കാരണം ലീമാൻ അവന്റെ ആകെയുള്ള ഒറിജിനൽ പെയിന്റിംഗ് എക്സിബിഷന് വെക്കാനേ സമ്മതിച്ചു. ഇനിയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന പെയിന്റർ എന്നറിയപ്പെടുന്ന ഗാങ്സ്റ്ററിന്റെ എൻട്രി. ഒരു ദിവസം അദ്ദേഹം ഒരു ആർട്ട് ഗാലറി സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് ലീമാൻ വരച്ച വ്യാജ പെയിന്റിംഗ് പെയിന്റർ കാണുകയാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം
കാരണം ലീമാൻ വരച്ച ആ പെയിന്റിംഗ് യഥാർത്ഥ പെയിന്റിംഗുമായി 100% പെർഫെക്റ്റ് ആണ്. ഒറിജിനൽ പെയിന്റിംഗിൽ നിന്ന് ഒരു ചെറിയ ലൈന് പോലും മാറ്റമില്ല, അത്രത്തോളം പെർഫെക്റ്റ്. അത് കണ്ടപ്പോൾ ആ ആർട്ട് ഗാലറിയുടെ ഉടമയോട് പെയിന്റർ ചോദിക്കാണ്, ആരാണ് ഇത് വരച്ചത്, എനിക്ക് അവനെ ഒന്ന് കാണണം. സോ ഇന്നാണ് നമ്മുടെ യുഎന്റെ പെയിന്റിംഗ് എക്സിബിഷൻ നടക്കുന്ന ദിവസം. അവളുടെ ഒരുപാട് പെയിന്റിംഗ്സിന്റെ കൂടെ നമ്മുടെ ലീമാന്റെ ഒരു പെയിന്റിംഗും എക്സിബിഷന് വിൽപ്പനക്കായി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, എക്സിബിഷൻ കാണാനായി വന്ന ആൾക്കാർ ആരും തന്നെ ലീമാന്റെ പെയിന്റിംഗ് വാങ്ങാൻ തയ്യാറല്ല. അതൊക്കെ കണ്ടപ്പോൾ ലീമാന് നല്ല സങ്കടമാവുന്നുണ്ട്. അതേപോലെ യുഎന്റെ ഓൾമോസ്റ്റ് എല്ലാ പെയിന്റിംഗ്സും വിറ്റു പോയിട്ടുമുണ്ട്. ആ സമയത്താണ് അവിടെ നമ്മുടെ പെയിന്ററിന്റെ എൻട്രി. അദ്ദേഹം മനഃപൂർവ്വം ലീമാൻ വരച്ച പെയിന്റിംഗിന്റെ അടുത്ത് ചെന്ന് വളരെ മോശമായിട്ട് ആ പെയിന്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. തന്റെ കാമുകൻ വരച്ച പെയിന്റിങ്ങിനെ കുറിച്ച് ഒരാൾ വളരെ മോശമായിട്ട് പറയുന്നത് കേട്ട യുഎന് നല്ല ദേഷ്യം വരികയും പുള്ളിക്കാരി പെയിന്ററിന്റെ മുഖത്ത് ഒരു ഡ്രിങ്ക് വലിച്ചൊഴിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പോൾ ലീമാൻ ഓടിയെത്തി യുഎനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് അയാളുടെ പിന്നാലെ ഓടി അയാളോട് സോറി പറയാനായിട്ടാണ് ലീമാൻ പോകുന്നത്. സർ, ഐ എം സോ സോറി, അവൾ അറിയാതെ ചെയ്തതാണ്, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിന് ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ് മിസ്റ്റർ ലീമാൻ. ഞാൻ ഇവിടെ വന്നത് നിന്നെ അന്വേഷിച്ചിട്ട് തന്നെയാണ്. എനിക്ക് നിന്നോടാണ് സംസാരിക്കേണ്ടത് എന്ന് പെയിന്റർ ലീമാന്റെ ഒരു ഫേക്ക് പെയിന്റിംഗ് കാണിച്ചിട്ട് പറയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഒരു ബാറിൽ ചെന്ന് സംസാരിക്കുകയാണ്. ലീമാനോട് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നീ പെയിന്റ് ചെയ്യുന്നത് എന്നൊക്കെ പെയിന്റർ ചോദിച്ചപ്പോൾ അതൊക്കെ വിശദീകരിച്ച് ലീമാൻ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് പെയിന്റർ ശരിക്കും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ലീമാൻ വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, അവൻ വളരെയധികം ബുദ്ധിശാലിയായ ഒരു ജീനിയസ് കൂടിയാണ്. നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, നീ എന്റെ കൂടെ കൂടുകയാണെങ്കിൽ നീ ഇപ്പോൾ സമ്പാദിക്കുന്നതിന്റെ 100 മടങ്ങെങ്കിലും നിനക്ക് സമ്പാദിക്കാം. നീ ഫ്രീ ആവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പെയിന്റർ അദ്ദേഹത്തിന്റെ കാർഡ് ലീമാന് നൽകിയിട്ട് അവിടുന്ന് പോവുകയാണ്. ഇവിടെ എക്സിബിഷൻ അവസാനിച്ചു. എല്ലാ പെയിന്റിങ്ങും വിറ്റുപോയി. നമ്മുടെ ലീമാന്റെ പെയിന്റിംഗ് മാത്രമാണ് അവിടെ ബാക്കിയായത്. ലുക്മാൻ യുഎനോട് ലീമാന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുമ്പോഴാണ് അവിടെ ലീമാൻ കേറി വന്നത്. താങ്കൾ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് ലീമാൻ ഒരു സിഗരറ്റ് കത്തിച്ചു. എന്നിട്ട് അതേ ലൈറ്റർ വെച്ച് താൻ വരച്ച ഒരേ ഒരു ഒറിജിനൽ പെയിന്റിംഗ് ലീമാൻ കത്തിക്കുകയാണ്. എന്നിട്ട് ലീമാൻ ഇറങ്ങിപ്പോയത് ആ എക്സിബിഷൻ ഗാലറിയിൽ നിന്ന് മാത്രമല്ല, തന്റെ കാമുകിയുടെ മനസ്സിൽ നിന്നുമാണ്. അതായത് ഈ സംഭവത്തോടുകൂടി അവര് രണ്ടുപേരും ബ്രേക്കപ്പ് ആയി. അടുത്ത ദിവസം ലീമാന് പെയിന്ററിനെ കാണാനായിട്ട് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, താങ്കൾക്ക് എന്ത് പെയിന്റിംഗ് ആണ് ഞാൻ വ്യാജമായി വരച്ചു തരേണ്ടത്? അപ്പോൾ പെയിന്റർ ഒരു $100 നോട്ട് ലീമാന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലീമാൻ വിചാരിച്ചത് അദ്ദേഹം $100 കാണിച്ചത് ലീമാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാനായി പോകുന്ന ജോലിയുടെ പ്രതിഫലമായിരിക്കുമെന്നാണ്. അപ്പോൾ പെയിന്റർ പറയാണ്, എനിക്ക് നീ ഈ ഒരു സാധനമാണ് ഉണ്ടാക്കി തരേണ്ടത്. അപ്പോൾ തന്നെ ലീമാൻ കാര്യത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ്. ശരിയാണ്, ഞാൻ പെയിന്റിങ്സ് വ്യാജമായി വരച്ച് വിൽക്കാറുണ്ട്, അത് തെറ്റ് തന്നെയാണ്. എന്ന് വെച്ച് കള്ളനോട്ട് ഉണ്ടാക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ എന്നെ അതിന് കിട്ടത്തില്ല എന്നൊക്കെ ദേഷ്യത്തോടെ ലീമാൻ പെയിന്ററിനോട് പറയുകയാണ്. അപ്പോൾ പെയിന്റർ മറുപടി ഒന്നും കൊടുക്കാതെ നീ നന്നായിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അതേ ദിവസം ലീമാൻ തന്റെ കാമുകിയെ കണ്ട് മാപ്പ് പറയാനായിട്ട് പോയപ്പോൾ അവൻ കാണുന്നത് അവൾ ലുക്മാന്റെ കാറിൽ കയറി പോകുന്നതാണ്. അപ്പോൾ തന്നെ ലീമാന് മനസ്സിലായി തന്റെ കാമുകിയും ലുക്മാനും ഇപ്പോൾ ബന്ധത്തിലായിട്ടുണ്ട് എന്ന്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ലീമാൻ പിന്നെ ചെന്നത് വേറെ എവിടെയുമല്ല, പെയിന്ററിന്റെ അടുത്തേക്ക് തന്നെയാണ്. അതായത് അങ്ങേരുടെ കൂടെ ജോയിൻ ചെയ്യാൻ. അപ്പോൾ ലീമാൻ വന്നത് കണ്ട് പെയിന്ററിന് ഒരുപാട് സന്തോഷമായി. ഇനി നമ്മൾ ഒരു കലക്കും, വെറും കുറച്ച് മാസങ്ങൾ കൊണ്ട് നിന്നെയും ഞാൻ എന്നെ പോലെ ഒരു കോടീശ്വരനാക്കും എന്നൊക്കെ പെയിന്റർ ലീമാനോട് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ കാമുകിയെ തിരിച്ചു കൊണ്ടുവരാനും നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പെയിന്റർ പറഞ്ഞപ്പോൾ അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്, ഇയാൾ അതിൽ ഇടപെടേണ്ട എന്ന് പെയിന്ററിനോട് ലീമാൻ പറയുകയാണ്. അതിനുശേഷം പെയിന്റർ ലീമാനോട് അവന്റെ ജോലി എന്താണ് എന്നും അവന്റെ ടീമിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ലീമാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അമേരിക്കൻ US$ വ്യാജൻ ഉണ്ടാക്കാൻ അത്ര നിസ്സാരമായ കാര്യമല്ല, അത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് $. $100 നോട്ടിലുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ പോർട്രേറ്റിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപാട് മൈക്രോ ലൈൻസ് കാണാം. അതേപോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കോളറിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വരച്ചെടുക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല, അത്രത്തോളം ഹൈ റെസൊല്യൂഷൻ പ്ലേറ്റ് വേണം ഈ വ്യാജ ഡോളർ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ പ്ലേറ്റ് മേക്കർ ആണ് അങ്കിൾ യാം എന്ന ഇദ്ദേഹം. പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷിയുടെ എക്സ്പേർട്ട്, മിക്സിംഗ് എക്സ്പേർട്ട്, പേപ്പർ എക്സ്പേർട്ട്, അങ്ങനെ ഒരുപാട്
എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ടീമിലുള്ളത്. എന്നാൽ ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ ലീമാന്റേതാണ്. അവനായിരിക്കും ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള $100 നോട്ടിന്റെ വ്യാജ നോട്ട് ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. ലീമാൻ വരക്കുമ്പോൾ ചെറിയ ഒരു പിഴവ് മതി എല്ലാം അവസാനിക്കാൻ. എന്നാൽ നമ്മൾക്ക് നമ്മുടെ ലീമാനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഏത് വ്യാജനും ഒറിജിനൽ പോലെ അവന് വരച്ചെടുക്കും. അപ്പോഴാണോ ഈ $100 നോട്ട് ലീമാന് വളരെ സൂക്ഷ്മതയോടെ അവന്റെ ജോലി ആരംഭിച്ചു. ആൻഡ് ഫൈനലി ലീമാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പെയിന്റർ ലീമാൻ വരച്ച $100 അമേരിക്കൻ നോട്ട് കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. റിസർവ് ബാങ്കിലെ ആൾക്കാർക്ക് പോലും ഈ ഡിസൈൻ കണ്ടിട്ട് ഇത് വ്യാജനാണ് എന്ന് കണ്ടുപിടിക്കാൻ ആവത്തില്ല. അത്രത്തോളം 100% പെർഫെക്റ്റ്. ലീമാന്റെ ഈ കഴിവ് കണ്ട് പെയിന്റർ അവന് വെറും ഒരു ജോലിക്കാരൻ മാത്രമായിട്ടല്ല കണ്ടത്, സ്വന്തം പാർട്ട്ണറിനെ പോലെയാണ് പെയിന്റർ ലീമാനെ കൂടെ കൂട്ടിയത്. പക്ഷേ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടല്ല മുന്നോട്ട് പോയത്. അവരുടെ ഡിസൈൻ 100% പെർഫെക്റ്റ് ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന മഷിയിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉള്ളതായി ലീമാൻ കണ്ടെത്തി. ആ മഷി കൂടി പെർഫെക്റ്റ് ആക്കണം, എന്നാൽ മാത്രമേ അവരുണ്ടാക്കുന്ന വ്യാജ നോട്ട് 100% പെർഫെക്റ്റ് ആവുകയുള്ളൂ. അതിനായി ലീമാന് നിരന്തരമായിട്ട് പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടും പല കെമിക്കൽസ് ഉപയോഗിച്ചിട്ടും പെർഫെക്റ്റ് കളർ ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് സമയം ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 86% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഒരു ദിവസം ലീമാന് അങ്കിൾ യാമിനോട് പെയിന്ററിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് അങ്ങേർക്ക് കുടുംബമൊന്നുമില്ലേ? ഇതുവരെ അദ്ദേഹം അയാളുടെ കുടുംബത്തെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ അങ്കിൾ യാമ് പറയാണ്, ഈ ബിസിനസ് ആക്ച്വലി പെയിന്ററിന്റെ അച്ഛന്റേതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛനെ ചില റഷ്യൻ മാഫിയാസ് കൂടി ചേർന്ന് കൊന്നു കളഞ്ഞു. അച്ഛന്റെ മരണത്തിന് ശേഷം പെയിന്റർ ഈ ബിസിനസ് ഏറ്റെടുത്തു. ഒരു ദിവസം പെയിന്ററും ലീമാനും സംസാരിക്കുമ്പോഴും പെയിന്റർ ലീമാന് ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കുകയാണ്. അത് ലീമാന്റെ കാമുകിയായ UN നടത്താനായി പോകുന്ന ഒരു എക്സിബിഷന്റെ പോസ്റ്ററാണ്. നീ അവളെ കാണാനായിട്ട് അവിടെ ചെല്ലണം, എല്ലാം സംസാരിച്ച് സോൾവ് ചെയ്യണമെന്നൊക്കെ പെയിന്റർ ലീമാനോട് പറയുകയാണ്. അപ്പോൾ ലീമാൻ ആണെങ്കിൽ തന്നോട് ഞാൻ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് അന്നേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവനെ വണ്ടിയിൽ കയറ്റി പെയിന്റർ ഒരു സ്ഥലം വരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്ഥലം എത്തിയപ്പോൾ മാസ്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും നൽകി പെയിന്റർ ലീമാനോട് അതൊക്കെ ധരിക്കാനായിട്ട് പറയുകയാണ്. ലീമാന് ആളാകെ കൺഫ്യൂസ്ഡ് ആയി. എന്താണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് എന്ന് ലീമാന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പിന്നീട് ലീമാൻ കാണുന്നത് പെയിന്റർ ഒരു ട്രക്കിന് നേരെ തുരുതുരാ വെടിവെക്കുന്നതാണ്. അതൊക്കെ കണ്ട് ലീമാന് ആളാകെ ഷോക്കായി. ആ ട്രക്കിന്റെ സുരക്ഷക്കായി എക്സ്കോർട്ടിന് വന്ന പോലീസുകാരെയൊക്കെ പെയിന്റർ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ആ ട്രക്കിൽ എന്താണുള്ളത്, എന്തിനാണ് അവരെയൊക്കെ പെയിന്റർ കൊല്ലുന്നത് എന്നൊന്നും ലീമാന് മനസ്സിലാകുന്നില്ല. ഫൈനലി എല്ലാവരെയും കൊന്നതിന് ശേഷം പെയിന്റർ ആ ട്രക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിന്റെ അകത്തുള്ളത് വേറൊന്നുമല്ല, അമേരിക്കൻ ഡോളർ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒറിജിനൽ മഷിയാണ് ആ ഒരു ട്രക്കിന്റെ അകത്തുള്ളത്. അപ്പോൾ അത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് പെയിന്റർ ഇത് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് ലീമാൻ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. അവൻ അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവര് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ കൂടി മനുഷ്യ ജീവൻ എടുക്കുന്നതിലും ലീമാന് ഒട്ടും താല്പര്യമില്ല. ഇനി മുതൽ ഞാൻ ഈ ജോലിക്കില്ല. ഞാൻ കരുതിയത് താനൊക്കെ വെറും കള്ളനോട്ട് അടിക്കാരും മാത്രമായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് താനൊക്കെ പണത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ പോലും തയ്യാറാണ് എന്ന്. അപ്പോൾ പെയിന്റർ ലീമാനോട് പറയാണ്, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ തന്നെയല്ലേ പറഞ്ഞത് നമ്മുടെ മഷി പെർഫെക്റ്റ് അല്ല എന്ന്? അതുകൊണ്ട് പെർഫെക്റ്റ് മഷി കിട്ടാൻ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏത് അറ്റം വരെയും ഞാൻ പോകുമെന്ന് ദേഷ്യത്തോടെ പെയിന്റർ ലീമാനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിനു ശേഷം ലീമാൻ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു. എന്തൊക്കെ വന്നാലും $100 നോട്ടിന് വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് മഷി അവൻ തന്നെ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ അതിനുശേഷം ലീമാൻ ആ മഷി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത്. ഇതേ സമയം അവരുടെ കള്ളനോട്ട് ബിസിനസ് നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കുന്നുണ്ട്. അവര് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കോടികളാണ് സമ്പാദിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ലീമാൻ ഒരു സ്ഥലത്ത് ഒരു കാർ പാർക്ക് ചെയ്തതായി കാണുന്നത്. ആ കാറിന്റെ പെയിന്റ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. അതായത് അതൊരു കളർ ഷിഫ്റ്റിംഗ് പെയിന്റ് ഉള്ള കാറാണ്. ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ചുവപ്പ് കളറും മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പച്ച കളറും വേറെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പിങ്ക് കളറുമുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള കളർ ഷിഫ്റ്റിംഗ് പെയിന്റ്. അപ്പോൾ ആ കാറിന്റെ പെയിന്റ് കണ്ടപ്പോൾ നമ്മുടെ ലീമാന് ഒരു അടിപൊളി ഐഡിയ കിട്ടുകയാണ്. അന്ന് തൊട്ട് ലീമാൻ ആ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ് ഉറക്കൊഴിഞ്ഞു പണിയെടുക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ലീമാന് ആ
പെർഫെക്റ്റ് മഷി കണ്ടെത്തി. അതായത് അവൻ അവന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ആ പെയിന്റ് ലീമാൻ പെയിന്ററിന് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. ഇനി അവർക്ക് പണം പ്രിന്റ് ചെയ്യാനുള്ള മഷി മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ സമ്മാനമായി പെയിന്റർ ലീമാന്റെ പേരിൽ അവന് സ്വന്തമായിട്ട് വലിയ ഒരു റിസോർട്ട് തന്നെ സമ്മാനിക്കുകയാണ്. അതിന്റെ താക്കോല് അവന് നൽകുകയും അതേപോലെ അവന് ഈ ചെയ്ത കാര്യത്തിന് വളരെയധികം വലിയ തുക പെയിന്റർ ലീമാന് പ്രതിഫലമായിട്ട് നൽകുന്നുമുണ്ട്. സോ ഇവിടെ അവരിപ്പോൾ പോകുന്നത് പെയിന്ററിനെ പോലെ തന്നെ മറ്റൊരു കള്ളനോട്ട് അടിക്കാരനായ ഗാങ്സ്റ്ററിനെ കാണാനാണ്. അദ്ദേഹവുമായി പെയിന്റർ വലിയ ഒരു ബിസിനസ് ഡീലാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറൽ എന്നാണ് ഈ ഗാങ്സ്റ്റർ അറിയപ്പെടുന്നത്. ലീമാൻ ഇതുവരെ പെയിന്റർ ഒരാളെയും ഇത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ജനറലിനോട് അത്രത്തോളം റെസ്പെക്റ്റോട് കൂടിയാണ് പെയിന്റർ പെരുമാറുന്നത്. എന്നാൽ ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ട ട്വിസ്റ്റ് കിടക്കുന്നത്. ആക്ച്വലി പെയിന്റർ ഇവിടെ എത്തിയത് ജനറൽ എന്ന ഗാങ്സ്റ്ററുമായി ബിസിനസ് ചെയ്യാനൊന്നുമല്ല, ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛനെ റഷ്യൻസിന്റെ സഹായത്തോടെ കൊന്നത് ഈ ജനറൽ എന്ന ഗാങ്സ്റ്റർ ആണ്. അതുകൊണ്ട് അങ്ങേരെ പടമാക്കാൻ വേണ്ടിയാണ് ഇവിടെ പെയിന്റർ എത്തിയത്. പിന്നീട് അവിടെ നടക്കുന്നത് ഒരു വലിയ യുദ്ധം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ യുദ്ധത്തിൽ ജനറലിനെ പെയിന്റർ കൊന്നു കളഞ്ഞു. അതേപോലെ അങ്ങേരുടെ കൂടെയുള്ള എല്ലാവരെയും പെയിന്റർ ഇവിടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറലിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ സ്ത്രീയുടെ പേര് സാവു ചിങ് എന്നാണ്. അവൾക്ക് അവിടെ നടന്ന വെടിവെപ്പിൽ സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലീമാൻ ആണ് സാവു ചിങ് എന്ന സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്. അപ്പോൾ അവളെ കൂടി ലീമാൻ കൂടെ കൂട്ടുന്നുണ്ട്. പരിക്കേറ്റ സാവു ചിങ്ങിന്റെ ചികിത്സയൊക്കെ നോക്കിയത് ലീമാൻ ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ലീമാനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നാണ് ലീമാന്റെ കാമുകിയായ UN നടത്തുന്ന എക്സിബിഷൻ നടക്കുന്ന ദിവസം. അവിടത്തേക്ക് ലീമാനെ കൂട്ടി പെയിന്റർ ചെല്ലുകയാണ്. എന്നാൽ അവിടെ വെച്ച് അവർ കാണുന്നത് UN മാധ്യമ പ്രവർത്തകരോടൊക്കെ അവളുടെ കല്യാണം ഫിക്സ് ചെയ്ത കാര്യം പറയുന്നതാണ്. അതായത് ലുക്മാൻ എന്ന ബിസിനസ്സുകാരനെയാണ് UN വിവാഹം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ലീമാന് സങ്കടമായി. എന്നാൽ നമ്മുടെ ലീമാൻ ഇവിടെ അവൻ ജീവൻ രക്ഷിച്ച സാവു ചിങ് എന്ന പെൺകുട്ടിയുമായിട്ട് പിന്നീട് ഇഷ്ടത്തിലായിട്ടുണ്ട്. ഇതേ സമയം മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ കള്ളനോട്ട് അടിക്കാരെ തേടി പോലീസ് പിന്നാലെയുണ്ട് എന്ന വാർത്ത പെയിന്ററിന് കിട്ടുകയാണ്. എവിടെയോ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ മിസ്റ്റേക്ക് എന്താണ് എന്ന് അവര് അറിഞ്ഞത്. അവരുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അവരുണ്ടാക്കുന്ന കള്ളനോട്ട് ഒരിക്കലും അവര് ചിലവഴിക്കാനേ പാടില്ല. അത് പോലീസിന് അവരെ ട്രേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നാൽ ആ നിയമം ലംഘിച്ചുകൊണ്ട് അങ്കിൾ യാമ അവരുടെ കള്ളനോട്ട് ഉപയോഗിച്ച് തന്നെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ലീമാന് മനസ്സിലായി പെയിന്റർ എന്തായാലും അങ്കിൾ യാമിനെ കൊന്നുകളയുമെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇവിടെ ലീമാൻ പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും പെയിന്റർ അവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ് സർ, ഞാൻ താങ്കളുടെ കൂടെ ഒരുപാട് വർഷം ജോലി ചെയ്തതല്ലേ, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. മേലാൽ ഞാൻ ഇത് ആവർത്തിക്കില്ല, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ അങ്കിൾ യാം പെയിന്ററിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറയുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാൻ പെയിന്റർ തയ്യാറല്ല. അദ്ദേഹം തന്റെ തോക്ക് പുറത്തെടുത്ത് അങ്കിൾ യാമിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അങ്കിൾ യാമിനെ കൊന്നതിന് ശേഷം നമ്മുടെ ലീമാന് പെയിന്ററിനോട് നല്ല ദേഷ്യം വരികയാണ്. അദ്ദേഹം അപ്പോൾ ലീമാനോട് പറയുന്നുണ്ട്, ബിസിനസ്സിൽ ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് എല്ലാവർക്കും ബാധകമാണ്. ആ റൂൾസ് ആര് തെറ്റിച്ചാലും അവരുടെ വിധി ഇത് തന്നെയായിരിക്കും. പിന്നെ ലീമാൻ, ഞാൻ നിനക്കായിട്ട് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെയിന്റർ ബെഡ്റൂം തുറന്ന് ലീമാന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കിടക്കയിൽ 2 പേരെ പെയിന്റർ കെട്ടിയിട്ടതായി കാണാം. അത് വേറെ ആരുമല്ല, ലീമാന്റെ മുൻ കാമുകിയായ യുവനും അവൾ വിവാഹം ചെയ്യാനായി പോകുന്ന ലുക്മാനുമാണ്. ഈ വഞ്ചകി നിന്നെ വിട്ടുപോയതല്ലേ, ഇവളുടെയും അവന്റെയും അന്ത്യം നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പെയിന്റർ ലീമാന് തോക്ക് നൽകുകയാണ്. എന്നാൽ അവരെ വെടിവെച്ച് കൊല്ലാൻ ലീമാൻ തയ്യാറല്ല. അവൻ പെയിന്ററിന് നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. പിന്നീട് അവിടെ വലിയ വെടിവെപ്പ് നടക്കുകയും അവിടെ ഉണ്ടായ എല്ലാവരും ആ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ ആകെ ബാക്കിയുള്ളത് ലീമാന്, പെയിന്റർ, പിന്നെ ലീമാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന അവന്റെ പുതിയ കാമുകിയായ സാവു ചിങ്ങും മാത്രമാണ്. ഫൈനലി പെയിന്റർ ലീമാനെ വെടിവെച്ച് കൊല്ലാനായി പോകുമ്പോൾ പെയിന്ററിനെ പിന്നിൽ നിന്ന് ആരോ വെടിവെച്ച് കൊന്നു കളയുകയാണ്. അത് സാവു ചിങ് ആണ്. അങ്ങനെ അവര് 2 പേരും ആ സ്ഥലത്തുനിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ടു. പിന്നീട് കുറച്ചു കാലം അവര് 2 പേരും സന്തോഷമായി ഒന്നിച്ചു താമസിച്ചത് പെയിന്റർ ലീമാന് സമ്മാനിച്ച ആ റിസോർട്ടിലാണ്. എന്നാൽ ഹോങ്കോങ് പോലീസ് ഈ കള്ളനോട്ട് മാഫിയെ കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഫൈനലി ഒരു ദിവസം അവര് ലീമാനെ കണ്ടെത്തുകയും അവര് ലീമാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലീമാന് ജയിലിലായത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ലീമാനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന സമയം അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. അവിടെ ദൂരത പെയിന്റർ നിൽക്കുന്നു. അതായത് അന്ന് നടന്ന വെടിവെപ്പിൽ അങ്ങേര് മരണപ്പെട്ടിട്ടില്ലായിരുന്നു. സോ ഇവിടെ പോലീസിന് പെയിന്ററിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും
വിവരങ്ങളും ലീമാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ പെയിന്ററിന്റെ രേഖാചിത്രവും പോലീസിന് ലീമാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ടാണ് പോലീസിന് ഈ പെയിന്റർ എന്ന ഗാങ്സ്റ്ററിന്റെ ഫോട്ടോ ലഭിക്കുന്നത്. പോലീസ് വാക്ക് പാലിച്ചു. ലീമാൻ പെയിന്ററിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും നൽകിയത് കൊണ്ട് അവര് ലീമാന്റെ പേരിലുള്ള സകല കേസുകളും ഒഴിവാക്കി അവനെ ജയിൽ മോചിതനാക്കി. അപ്പോൾ ലീമാനും അവന്റെ കാമുകിയുമായ സൗച്ചിങ് അന്ന് രാത്രി ഒന്നിച്ച് സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. കാരണം ഇനി അവർക്ക് ആരെയും പേടിക്കാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. ഹോങ്കോങ് പോലീസ് പെയിന്ററിനെ പിടികൂടാനായിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ കാണുന്നത് പെയിന്റർ എന്ന ഗാങ്സ്റ്റർ പോലീസ് വേഷത്തിൽ സ്റ്റേഷനിലേക്ക് കയറി പോകുന്നതാണ്. ആ ഓഫീസർ പിന്നാലെ അദ്ദേഹത്തെ പിടികൂടാനായിട്ട് ഓടിയെങ്കിലും പെയിന്റർ അപ്പോഴേക്കും ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. മറ്റു ഓഫീസേഴ്സിന് എല്ലാവർക്കും ഈ ഓഫീസർ പെയിന്റർ ഈ കെട്ടിടത്തിലുണ്ട് എന്ന വിവരം എത്തിച്ചു. അങ്ങനെ വലിയ ഒരു ഫോഴ്സ് തന്നെയാണ് ഇവിടെ പെയിന്ററിനെ പിടികൂടാനായിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഫൈനലി സ്റ്റേഷന്റെ 6th ഫ്ലോറിൽ വെച്ച് പെയിന്റർ എന്ന ക്രൂരനായ ഗാങ്സ്റ്റർ പോലീസിന്റെ പിടിയിലാവുകയാണ്. എന്നാൽ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് ആണ്. നിങ്ങൾ എന്തിനാണ് എന്നെ പിടികൂടിയത്? ഞാൻ പോലീസ് വാനിന്റെ ഡ്രൈവറാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നൊക്കെ ഒരു പാവത്തെ പോലെ പെയിന്റർ പറയുകയാണ്. അയാളുടെ ID കാർഡ് ചെക്ക് ചെയ്തപ്പോൾ അവർ ഷോക്കായി പോയി. അതായത് ഇങ്ങേര് യഥാർത്ഥ പെയിന്റർ ഒന്നുമല്ല, ശരിക്കും പോലീസ് വാനിന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ എല്ലാ കാര്യങ്ങളും കൂട്ടിയോജിച്ച് ആലോചിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ആ സത്യം മനസ്സിലാവുകയാണ്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഹോങ്കോങ് പോലീസ് ലീമാനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ അവന് റിയർ വ്യൂ മിററിൽ തന്നെ നോക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് ആ ഓഫീസർ അവനോട് കണ്ണ് താഴ്ത്തുക അല്ലെങ്കിൽ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവൻ നോക്കിയത് വേറെ ആരെയുമല്ല, ആ വാൻ ഓടിച്ച ഡ്രൈവറായ ഇദ്ദേഹത്തെയാണ്. അപ്പോൾ കഥയുടെ ക്ലൈമാക്സ് നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാം. ഇത്രയും നേരം നമ്മൾ പെയിന്റർ എന്ന ഒരു ഗാങ്സ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആളെ ഈ ലോകത്തില്ല. പെയിന്റർ എന്ന ഗാങ്സ്റ്റർ ലീമാൻ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. യഥാർത്ഥ പെയിന്റർ എന്ന ഗാങ്സ്റ്റർ വേറെ ആരുമല്ല, ലീമാൻ തന്നെയാണ്. അതായത് ഈ ലോകം ഒട്ടാകെ പിടിക്കാനായി കാത്തു നിൽക്കുന്ന ആ ഡേഞ്ചറസ് കള്ളനോട്ട് ബിസിനസ്സുകാരനായ ഗാങ്സ്റ്റർ നമ്മൾ ഇത്രയും നേരം പാവമാണ് എന്ന് കരുതിയ ലീമാൻ തന്നെയാണ്. പെയിന്റർ എന്ന ഗാങ്സ്റ്റർ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തത് വേറെ ആരുമല്ല, ലീമാൻ തന്നെയാണ്. അവൻ ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവന്റെ പേരിലുള്ള സകല കേസുകളും ഒഴിവാക്കി അവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസ് അവനെയും അവന്റെ കാമുകിയും അറസ്റ്റ് ചെയ്യാനായിട്ട് അവരെ പോലീസ് കൊണ്ടുവിട്ട ഹോട്ടലിലേക്ക് പോയപ്പോൾ അവര് രണ്ടുപേരും ഓൾറെഡി അവിടുന്ന് രക്ഷപ്പെട്ട് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് മുഴുവൻ പോലീസ് ഫോഴ്സിനും വലിയ നാണക്കേട് തന്നെയാണ്. കാരണം അവരെയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ലീമാൻ കബളിപ്പിച്ചത്. ഇനി കഥയുടെ അവസാനം ഇവിടെ ലീമാനും അവന്റെ കാമുകിയും ഒരു ബോട്ടിൽ സന്തോഷത്തോടെ ചില്ലടിച്ച് കഴിയുന്നത് കാണാം. എന്നാൽ പുള്ളിക്കാരിക്ക് ഇത്രയും കാലം തന്റെ കാമുകന്റെ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നതിൽ വലിയ കുറ്റബോധം തന്നെയുണ്ട്. ഒരുപാട് പേരെയാണ് ലീമാന് കൊന്നത്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് സൗച്ചിങ് ആണ്. പുള്ളിക്കാരി ലീമാനോട് പറയാണ്, അത്രയും പേരെ കൊന്ന നമ്മളും ഈ ലോകത്ത് ജീവിക്കാൻ അർഹരല്ല. അപ്പോൾ ലീമാൻ ചോദിക്കാണ്, നീ എന്തൊക്കെ പിച്ചും പേയുമാണ് ഈ പറയുന്നേ? ലീമാൻ പിന്നീട് കാണുന്നത് അവരുടെ ബോട്ടിന് ചുറ്റും പോലീസ് വന്നതായിട്ടാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചത് വേറെ ആരുമല്ല, സൗച്ചിങ് തന്നെയാണ്. എന്നാൽ സൗച്ചിങ് ആണെങ്കിൽ അവരുടെ സ്വന്തം ബോട്ടിൽ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേർക്കും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട്. അങ്ങനെ ഫൈനലി സൗച്ചിങ് ബട്ടൺ പ്രസ് ചെയ്യുകയും ബോംബ് പൊട്ടിത്തെറിച്ച് ലീമാനും സൗച്ചിങ്ങും മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി മച്ചാമാരെ, ബൈ ബൈ.